السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്, ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹ്രി സുമ്മ യൗമുൽ ഖർ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള രണ്ട് ദിവസങ്ങൾ, ഒന്ന് ബലിദിനമാണ് യൗമുൻ നഹ്റാൻ, രണ്ടാമത്തേത് ദുൽഹിജ്ജയുടെ 11ാമത്തെ ദിവസമായ യൗമുൽ ഖർ ആണ് എന്നറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ദിവസത്തിൽ ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾ ദുൽഹിജ്ജ 10-ന് ഒരുപാട് അറവുകൾ നടത്തുന്നു. അതുപോലെ നാമും ഉദ്ഹിയ്യത്തിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് യൗമുൻ നഹർ, ബലിയുടെ ദിവസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എല്ലാ സമുദായങ്ങൾക്കും അവരുടെ ആഘോഷ ദിവസങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ഖൗമിൻ ഈദ, എല്ലാ സമുദായങ്ങൾക്കും അവരുടെ ആഘോഷ ദിവസങ്ങളുണ്ട്. വഹാദാ ഈദുന, ഇത് നമ്മുടെ ഈദാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മുടെ സന്തോഷ സുദിനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ആഗതമാകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ജാഹിലിയത്തിന്റെ 2 ആഘോഷങ്ങൾ ആഘോഷിക്കുമായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മാ ഹാദാനിൽ യൗമാൻ, എന്താണ് ഈ 2 ദിവസങ്ങൾ എന്നവരോട് ചോദിക്കുകയുണ്ടായി. അവർ പറഞ്ഞു, കുന്നാ നൽഅബു ഫീഹിമാ ഫിൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ആഘോഷിച്ചു വരുന്ന, ആസ്വദിക്കുന്ന 2 ദിവസങ്ങളാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ യൗമൽ അദ്ഹാ വ യൗമൽ ഫിത്ർ. ഇദാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കതിനേക്കാൾ ഖൈറായ 2 ദിവസങ്ങൾ പകരമായി നിശ്ചയിച്ചിരിക്കുകയാണ്. ഒന്ന് യൗമുൽ അദ്ഹയാൻ, ഞാനും നിങ്ങളുമുള്ള ഈ ദിവസമാണ്. രണ്ടാമത്തേത് യൗമുൽ ഫിത്റാൻ, പെരുന്നാൾ, ചെറിയ പെരുന്നാളാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ആഘോഷം എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ഉണ്ടാക്കിയിട്ടുള്ളതല്ല, ആരുടെയെങ്കിലുമൊക്കെ ജന്മദിനത്തിന്റെ ഭാഗമല്ല, മറിച്ച് 7 ആകാശത്തിന് മുകളിലുള്ള ആകാശഭൂമികളെ പടച്ച് നിയന്ത്രിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ള ആഘോഷമാണെന്നുള്ളത് അഭിമാനപൂർവ്വം സന്തോഷത്തോടുകൂടി മുസ്ലിമീങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇത് മുസ്ലിമീങ്ങളുടെ സന്തോഷത്തിന്റെ ദിവസമാണ്. എന്തിനാണ് മുസ്ലിമീങ്ങൾ ഈ ആഘോഷവേളയിൽ സന്തോഷിക്കുന്നത്, പെരുന്നാളിന്റെ വേളയിൽ സന്തോഷിക്കുന്നത്? ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുസ്ലിമീങ്ങളാക്കി ഹിദായത്ത് നൽകി എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, ലോകത്ത് കോടാനുകോടി മനുഷ്യന്മാരുണ്ട്, വലിയ ബുദ്ധിമാന്മാരായ ആളുകളുണ്ട്, സാമ്പത്തികമായ കഴിവുള്ളവരുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ഈ ഹിദായത്ത്, ഇസ്ലാമിൻ്റെ ശരിയായ ദർശനം അത് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകൾ അത്രയൊന്നുമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമായിട്ട് തന്നെ സഹോദരങ്ങളെ അത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിൻ്റെ സന്തോഷം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുപോലെ ഈ ദിവസങ്ങളിൽ, പുണ്യമാക്കപ്പെട്ട 10 ദിവസങ്ങളിൽ അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം അള്ളാഹുവിനോട് പാപങ്ങൾ പുറത്തു തരാൻ, പ്രാർത്ഥിക്കാൻ, ഇസ്തിഗ്ഫാർ തേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സന്തോഷം സഹോദരങ്ങളെ ഈ ഈദിന്റെ ദിവസമുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ നിർവഹിക്കാൻ നമുക്കൊരാൾക്കും
സാധിക്കുകയില്ല എന്നുള്ളതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ഒരുപാട് ഖൈറുകൾ നിറഞ്ഞ ദിവസമാണിത്. ആ ഖൈറിന്റെ ഏറ്റവും വലിയ നിമിഷങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തുൽ ഈദും പെരുന്നാൾ നിസ്കാരവും അതിനനുബന്ധിച്ചുള്ള ഈ ഖുത്ബയും. ഈ ദിവസത്തിന്റെ ഖൈറും ബറക്കത്തും ലഭിക്കാൻ, ഈ ദിവസത്തിൽ സ്വീകരിക്കപ്പെടുന്ന ദുആയിൽ ഉൾപ്പെടാൻ നിസ്കാരമില്ലാത്ത ആർത്തവകാരികളായ സ്ത്രീകളോട് പോലും ഇത്തരം സദസ്സിൽ പങ്കെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. ലിയഷ്ഹദ്നൽ ഖൈറ വദഅവതൽ മുസ്ലിമീൻ, അവർ ഖൈറിന് സാക്ഷിയാകട്ടെ, മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന വേദിയിൽ അവർ സാക്ഷിയാകട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ആ പെരുന്നാൾ നിസ്കാരത്തിലും തുടർന്നുള്ള ഖുതുബയിലും അത് ശ്രവിക്കുന്നതിലും ഒരുപാട് ഖൈറുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു സഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഷഹിദ്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഈദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഫലമ്മാ ഖളാ അസ്സലാ, നിസ്കാരത്തിൽ നിന്നും വിരമിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നാ നഖ്തുബ്, നമ്മളിതാ ഖുത്ബ പറയുകയാണ്. ഫമൻ അഹബ്ബ അൻ യജ്ലിസ് ലിൽ ഖുത്ബ ഫൽയജ്ലിസ്, ആർക്കാണോ ഖുത്ബ കേൾക്കാൻ ഇഷ്ടമുള്ളത് അവർ ഇരുന്നു കൊള്ളട്ടെ. വമൻ അഹബ്ബ അൻ യദ്ഹബ് ഫൽയദ്ഹബ്, ആർക്കെങ്കിലും പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് പോകാവുന്നതാണ്. ജുമുഅ ഖുത്ബ പോലെ നിർബന്ധമുള്ള ഒരു ഖുത്ബയല്ല. സഹോദരങ്ങളെ, ഈ പെരുന്നാൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മറ്റൊരു വഴിയിലൂടെ പോകുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള സന്തോഷമാണ്. സഹോദരങ്ങളെ, ഈ ഈദിന്റെ ദിവസം, പെരുന്നാളിന്റെ ദിവസം സന്തോഷത്തിന്റെ ദിവസമാണ്. ഹറാമിന്റെ പരിധിയിലേക്ക് പോകാത്ത നിലക്കുള്ള സന്തോഷത്തിന്റെ വഴികൾ നാം കുടുംബത്തിനും നമ്മുടെ മക്കൾക്കുമൊക്കെ തിരഞ്ഞെടുത്തു കൊടുക്കേണ്ടതുണ്ട്. സന്തോഷിക്കുവാനുള്ള ദിവസമാണ് ഈ ഈദിന്റെ ദിവസം. ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടും നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടും അതിന്റെ സന്തോഷത്തിൽ പങ്കുചേരുക എന്നുള്ളത് അതിന്റെ സുന്നത്തായ കാര്യമാണ്. സഹോദരങ്ങളെ, മനസ്സിലാക്കിയിരിക്കുക. മഹാന്മാരായ സഹാബികൾ അവർ ഈ ഈദിന്റെ ദിവസം പരസ്പരം കണ്ടുമുട്ടുന്ന വേളയിൽ അവർ പ്രാർത്ഥിക്കുമായിരുന്നു, ദുആ ചെയ്യുമായിരുന്നു. അതേ ദീനുൽ ഇസ്ലാമിന്റെ പെരുന്നാളിന്റെ സന്ദേശം അതാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന അവർ പരസ്പരം പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് പെരുന്നാൾ ദിവസം ഇത് കഴിഞ്ഞ് കണ്ടുമുട്ടുന്ന ആളുകൾ, കുടുംബ വീടുകളിൽ സന്ദർശനം നടത്തുന്ന ആളുകൾ, അയൽപ്പക്കങ്ങളിൽ സന്ദർശനം നടത്തുന്ന ആളുകൾ, അവർക്ക് പരസ്പരം കൈമാറാനുള്ള ഈ പ്രാർത്ഥന സഹോദരങ്ങളെ മറന്നുപോകാൻ പാടില്ല. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നുള്ള പ്രാർത്ഥന. ഇനി സഹോദരങ്ങളെ, ഓരോ ഈദുൽ അദ്ഹ കടന്നു പോകുമ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രവും അതിൽ നിന്നുള്ള പാഠങ്ങളും നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ വളരെ ആഴത്തിൽ സ്പർശിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ കുറിച്ച് അറിയാത്ത, അതിനെക്കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കാത്ത ആളുകൾക്ക് എന്ത് ഈദാണ്, എന്ത് ഈദുൽ അദ്ഹയാണ് അവർക്ക് ആഘോഷിക്കാൻ സാധിക്കുക? നിങ്ങൾ നോക്കൂ, മക്കയിൽ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായിരുന്ന മുശ്രിക്കുകൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഞങ്ങളുടെ ആളാണെന്ന് പറയുമായിരുന്നു. അവർക്ക് മുമ്പ് യഹൂദരും നസ്രാനികൾ പോലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഞങ്ങളുടെ ആളാണെന്ന് അവകാശപ്പെടുമായിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവകാശവാദങ്ങൾ കൊണ്ട് കാര്യമില്ല, ഹുബ്ബുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ഇത്തിബാഉ വേണം, അനുധാവനം വേണം എന്നറിയിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്, മകാന ഇബ്രാഹിമു യഹൂദിയ്യൻ വലാ നസ്രാനിയ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം യഹൂദിയോ നസ്രാനിയോ ആയിരുന്നില്ല, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ, അവിടുന്ന് ഹനീഫും മുസ്ലിമുമായിരുന്നു, മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട, ബഹുദൈവാരാധകരുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നില്ല എന്ന് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അദ്ദേഹം ഹനീഫാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ് ഹനീഫ്? എന്താണ് ഹനീഫിയത്ത്? സഹോദരങ്ങളെ, വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹനീഫാൻ, അഥവാ സത്യത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവനായിരുന്നു അദ്ദേഹം. ഷിർക്കിന്റെ ലാഞ്ചനകളൊന്നും തന്നെ അദ്ദേഹത്തെ തലോടിയിട്ടില്ല. ഷിർക്കിൽ നിന്നും തൗഹീദിലേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹം എപ്പോഴും തൗഹീദിന് വേണ്ടി അടിയുറച്ചു നിന്നിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്വന്തം വാപ്പയാകട്ടെ, നാട്ടുകാരാകട്ടെ, ചുറ്റുമുള്ള സാഹചര്യങ്ങളാകട്ടെ, എല്ലാം ബഹുദൈവാരാധനയിലേക്കും ബിംബാരാധനയിലേക്കും ഷിർക്കിന്റെ എല്ലാ മുഖങ്ങളിലേക്കും അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ, അതിനെതിരെ നിലകൊണ്ടപ്പോൾ, ഭീഷണി സ്വരങ്ങൾ വന്നപ്പോൾ അദ്ദേഹം അതിലേക്ക് ചാഞ്ചാടിയില്ല. അദ്ദേഹം വളരെ കൃത്യമായി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അടിയുറച്ചു നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഏകനായ അള്ളാഹുലേക്ക് മാത്രം ആരാധനകൾ അർപ്പിക്കണമെന്ന് പ്രബോധനം ചെയ്ത് അതിനുവേണ്ടി പ്രയാസങ്ങൾ സഹിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗം പിൻപറ്റാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവിധ ഷിർക്കിന്റെ മുഖങ്ങളുടെയും അകലെയായിരിക്കണം, ബഹുദൂരം അകലെയായിരിക്കണം എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക. നോക്കൂ സഹോദരങ്ങളെ, ഔലിയാക്കളെയും അമ്പിയാക്കളെയും ആദരിക്കുക
എന്നുള്ള പേരിൽ അവരോട് തന്നെ സഹായം ചോദിക്കുന്നവർക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ എന്നല്ല, ഒരു അംബിയാന്റെയും ഒരു പ്രവാചകന്റെയും മാർഗം അവകാശപ്പെടാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടല്ലാതെ പ്രാർത്ഥിക്കുവാൻ പാടില്ല, അവനോടല്ലാതെ സഹായം തേടാൻ പാടില്ല. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ അവരെ ആരാധിച്ചിരിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ അത് തന്നെയാണ് ആരാധന. അതുകൊണ്ട് അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, സഹായം തേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ആരാധിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. പിന്നീട് നിങ്ങൾക്ക് മുസ്ലിമാണെന്ന് പറയാൻ, ഇബ്രാഹിം മില്ലത്തിന്റെ ആളാണെന്ന് പറയാൻ, അല്ല ഒരു നബിയുടെ ആളാണെന്നും പറയാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിലൊക്കെ എത്ര സഹോദരങ്ങൾ, മുസ്ലിമീങ്ങളായ ആളുകൾ, അവരിതാ പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ 3 പെറ്റുമ്മയുടെ അടുക്കലേക്കും അരട്ടക്ക പള്ളിയിലേക്കും അതല്ലാത്ത ജാറങ്ങളിലേക്കും പ്രയാസങ്ങൾ ഇറക്കി വെക്കുന്നതിന് വേണ്ടി അവർ ഓടിച്ചെല്ലുകയാണ്. അത്തരം അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥന നടത്തുന്ന, ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടി കേണപേക്ഷിക്കുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ إن أرادني الله بضر هل هن كاشفات ضري أو أرادني برحمة هل هن ممسكات رحمتي. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ചില ആളുകളോടൊക്കെ നിങ്ങൾ ദുആ ചെയ്യാറുണ്ടല്ലോ, സഹായം ചോദിക്കാറുണ്ടല്ലോ. ഇൻ അറാദനി അല്ലാഹു ബിളുർരിൻ, അല്ലാഹു ഒരു ളുർ ഉണ്ടാക്കിയാൽ, അല്ലാഹു ഒരു പ്രയാസം നിങ്ങൾക്ക് നിശ്ചയിച്ചാൽ, ഹൽ ഹുന്ന കാശിഫാത്തു ളുർരി, ഈ പറയുന്ന ആളുകൾക്ക് അത് നീക്കി തരാൻ സാധിക്കുമോ? ഔ അറാദനി ബിറഹ്മ, അല്ലാഹു ഒരു കാരുണ്യം നിങ്ങൾക്ക് ഉദ്ദേശിച്ചാൽ, ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന മുംസികാത്തു റഹ്മതി, അല്ലാഹു അല്ലാതെ ആളുകൾക്ക് അത് പിടിച്ചു വെക്കാൻ സാധിക്കുമോ? പറയുക, ഖുൽ ഹസ്ബി അല്ലാഹ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഹസ്ബി അല്ലാഹ്, നിങ്ങൾ പറയേണ്ടത് എനിക്ക് അല്ലാഹു മതി. എൻ്റെ പ്രയാസങ്ങൾ നീക്കാൻ, എൻ്റെ ബുദ്ധിമുട്ടുകൾ നീക്കാൻ, എൻ്റെ എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളും സങ്കടങ്ങളും ഇറക്കി വെക്കാൻ, എനിക്ക് വരമേൽപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രം മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, വരമേൽപ്പിക്കുന്നവർ അവനിൽ മാത്രമാണ് വരമേൽപ്പിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, എത്ര തന്നെ ഉത്ബോധനം ലഭിച്ചാലും, എത്ര തന്നെ വഅലുകൾ കേട്ടാലും ഇതിനെല്ലാം നിഷേധിച്ച് തള്ളുന്ന ആളുകളുണ്ട്. അത്തരക്കാരെ കുറിച്ചാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വജഹദു ബിഹാ വസ്തൈഖനത് അൻഫുസുഹും ളുൽമൻ വഉലുവ, അവയെപ്പറ്റി അവരുടെ മനസ്സുകൾക്ക് ദൃഢമായ ബോധ്യം വന്നിട്ടും അക്രമവും അഹങ്കാരവും മൂലം അതിനെ അവർ നിഷേധിച്ച് തള്ളിക്കളഞ്ഞിരിക്കുകയാണെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബ്രാഹിമി മില്ലത്ത് അവകാശപ്പെടുന്ന ആളുകൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല, ഇസ്തിഗാസ നടത്താൻ പാടില്ല, അല്ലാഹുവിനെ അല്ലാതെ പേടിക്കാൻ പാടില്ല. ഭരമേൽപ്പിക്കലും മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമായിരിക്കണം. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് രണ്ടാമത് പറഞ്ഞ കാര്യം, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മുസ്ലിമായിരുന്നു, അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി കീഴൊതുങ്ങുന്നവനായിരുന്നു. അല്ലാഹു പറഞ്ഞല്ലോ, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അദ്ദേഹത്തിന്റെ റബ്ബ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞു, അസ്ലിം, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്ക് നീ കീഴൊതുങ്ങുക. അവിടുന്ന് മറുപടി പറഞ്ഞത്, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞാൽ പൂർണ്ണമായി ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന പാലിക്കുക എന്നതല്ല, അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവനായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കേണ്ട സമയത്ത് അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ, വിസമ്മതിക്കുന്ന ആളുകൾ, അതിനോട് മടിയും അലംഭാവവും കാണിക്കുന്ന ആളുകൾ അവിടുത്തെ മാർഗത്തിൽ നിന്നും ബഹുദൂരം അകലെയാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മനോഹരമായ ഒരുപാട് പാഠങ്ങളുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഈ ചരിത്രം നിങ്ങൾ ആവർത്തി കേട്ടതാണ് സഹോദരങ്ങളെ. ആ ചരിത്രം നിങ്ങളൊന്ന് കേൾക്കുക. അദ്ദേഹത്തിന്റെ വാപ്പയും അദ്ദേഹത്തിന്റെ കുടുംബക്കാരും നാട്ടുകാരും എല്ലാം തന്നെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചിരിക്കുന്ന സമയം, തൻ്റെ ഈ ദഅവത്ത് സ്വീകരിക്കുന്ന, അതിന് സഹായിയായിരിക്കുന്ന ഒരാൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയം, 80 വയസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക്. അദ്ദേഹം നിരാശയടഞ്ഞില്ല, പ്രതീക്ഷകൾ കൈവിടുന്നില്ല. അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ സദ്വൃത്തരിൽ നിന്നും സാലിഹീങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ എനിക്ക് നീ നൽകണമേ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, വല്ല ഉമ്മമാർക്കും ഉപ്പമാർക്കും ഇതിൽ പാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മക്കൾക്ക് വേണ്ടി
പ്രാർത്ഥിക്കണം, സ്വാലിഹീങ്ങളാക്കാൻ പ്രാർത്ഥിക്കണം, സ്വാലിഹീങ്ങളായ മക്കളാക്കി വളർത്താൻ അവർ പരിശ്രമിക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ ഉത്തരം പെട്ടെന്ന് വരികയാണ്. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഇതാ സഹനശീലനായ ഒരു പുത്രനെ തന്നെ, ഒരു ബാലനെ തന്നെ നിനക്കിതാ ഞാനിതാ സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ ജനനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. സൂറത്തു സാഫാത്തിൽ കാണാം. ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലമ്മാ ബലഗ മഅഹു സഈ. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോടൊപ്പം പ്രയത്നിക്കുവാനുള്ള, ജോലികൾ എടുക്കാനുള്ള പ്രാപ്തിയും കഴിവുമൊക്കെ ആകുന്ന പ്രായം ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് എത്തിയപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന, ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. എന്റെ പൊന്നുമകനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിൽ ഇതാ വഹിയായി എനിക്ക് ബോധനം നൽകിയിരിക്കുന്നു, നിന്നെ അറുക്കണമെന്നാണ്. നിന്നെ അറുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഫൻദുർ മാദാ തറ. മോനെ, നീ എന്താണ് അഭിപ്രായം പറയുന്നത്? നിനക്കെന്താണ് പറയാനുള്ളതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന കേൾക്കുന്ന സമയത്ത് മകനോട് അദ്ദേഹം ചോദിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ കരളിന്റെ കഷ്ണത്തെയാണ് അറുക്കുവാനുള്ള കൽപ്പന. നമുക്ക് പലപ്പോഴും ഈ ചരിത്രം ആവർത്തിച്ച് കേട്ടതിന്റെ ഫലമായിട്ടാണോന്നറിയില്ല, നമ്മുടെ ഹൃദയങ്ങൾക്ക് വലിയ അനക്കം ഈ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയാത്തുള്ള ഖൽബാക്കി നമ്മുടെ ഖൽബുകളെ മാറ്റുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ സന്ദർഭം നമുക്കാണ് വന്നിട്ടുള്ളതെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ മകൻ പറയുകയാണ്, യാ ഖാല യാ അബതി ഇഫ്അൽ മാ തുഅ്മർ. എന്റെ ഉപ്പ, താങ്കളോട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് അത് തന്നെ താങ്കൾ പ്രവർത്തിക്കണം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് മുന്നിൽ ക്ഷമയോടുകൂടി വിധേയപ്പെടുന്നവനായി എന്നെ നിനക്ക് കാണാൻ സാധിക്കുന്നതാണെന്ന് സഹോദരങ്ങളെ മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനോട് പറയുകയാണ്. അങ്ങനെ ഇരുവരും ആ കൽപ്പനക്ക് വിധേയപ്പെടുകയാണ്. ഫലമ്മ അസ്ലമ. രണ്ടുപേരും ആ കൽപ്പനക്ക് വിധേയപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പൂർണ്ണമായി കീഴൊതുങ്ങി. വതല്ലഹു ലിൽ ജബീൻ. അവനെ നെറ്റുമേൽ ചരിച്ച് കിടത്തുകയും ചെയ്യുകയാണ്. അറുക്കുന്ന വേളയിൽ തന്റെ പൊന്നുമകന്റെ മുഖം കാണാതിരിക്കുന്നതിന് വേണ്ടി അപ്പുറത്തേക്ക് കിടത്തിയിട്ട് അറുക്കുവാൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരുങ്ങുകയാണ്. സഹോദരങ്ങളെ, ഈ ചരിത്രം കേൾക്കുന്ന നമുക്കറിയാം അറവ് അവിടെ നടക്കുകയില്ല എന്നുള്ളത്. എന്നാൽ ഈ കൽപ്പന വരുന്ന സമയത്ത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അറിയില്ലായിരുന്നു എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. തന്റെ പൊന്നോമന മകനെ അറുക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുമ്പിൽ എനിക്ക് തടസ്സമല്ല, എനിക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള എന്റെ മകൻ എനിക്ക് തടസ്സമല്ല. അള്ളാഹുവിന്റെ ഖുല്ലത്ത് ലഭിക്കാൻ, അള്ളാഹുവിന്റെ അങ്ങേയറ്റ തടുപ്പക്കാരനാകാൻ അള്ളാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതിന് എന്റെ മകൻ എനിക്ക് തടസ്സമല്ല. ഇത് അറുക്കുവാൻ തയ്യാറെടുക്കുകയാണ്. അള്ളാഹുവിന്റെ വിളിയാളം വരികയാണ്. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം. ഓ ഇബ്രാഹിം, ഖദ് സദ്ദഖ്ത റുഅ്യ. താങ്കളുടെ സ്വപ്നത്തെ താങ്കൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ. സദ്വൃത്തരായ ആളുകൾക്ക് നാം അങ്ങനെയാണ് പ്രതിഫലം നൽകുന്നത്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇതൊരു പരീക്ഷണം മാത്രമായിരുന്നു. താങ്കൾക്ക് അള്ളാഹുവിനോട് അങ്ങേയറ്റം ഇഷ്ടമുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണോ താങ്കളുടെ ഹൃദയങ്ങൾക്ക് ഏറ്റവും നല്ല ബന്ധമുള്ളത് എന്ന പരീക്ഷണം മാത്രമായിരുന്നു. ആ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ വിജയിച്ചപ്പോൾ ഇനി അറവിന് പ്രസക്തിയില്ല. വഫദൈനാഹു ബിദബ്ഹിൻ അളീം. വലിയൊരു അറവ് മൃഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുകയാണ്. വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ. പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിന്റെ സൽകീർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല അവശേഷിപ്പിക്കുകയും ചെയ്തു. നോക്കൂ സഹോദരങ്ങളെ, എത്ര ആയിരം വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയതാണ് നമ്മുടെ നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ പേരുകൾ ആളുകൾ ഇന്നും സ്മരിക്കുന്നു. നമ്മുടെ ഓരോ നിസ്കാരത്തിലും അദ്ദേഹത്തിന് വേണ്ടി ബറക്കത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. സലാമുൻ അലാ ഇബ്രാഹിം. അള്ളാഹു അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സലാം. സഹോദരങ്ങളെ, ഒരുപാട് ചിന്തിക്കേണ്ട ഒരുപാട് പാഠങ്ങളുള്ള ചരിത്രമാണിത്. ഒന്നാമത്തെ പാഠം സഹോദരങ്ങളെ, അത്താഅത്തുൽ മുത്ലഖത്തു ലില്ലാഹ്. നിരുപാധികമായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴ്പ്പെടുക, അല്ലാഹുവിന് വിധേയപ്പെടുക, അനുസരണകൾ പൂർണ്ണമായി അല്ലാഹുവിനെ അർപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കുക, നമുക്ക് ഇഷ്ടമില്ലാത്തത് തള്ളിക്കളയുക. സഹോദരങ്ങളെ, ഒരു മുസ്ലിം അങ്ങനെയാകാൻ പാടില്ല. മറിച്ച് തന്റെ ദേഹേച്ഛകളെ ബലിയറുക്കാൻ തയ്യാറാകുന്നവനാണ് യഥാർത്ഥ മുസ്ലിം. തന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ദീനുൽ ഇസ്ലാമിനെ മാറ്റിവെക്കുന്നവനല്ല അവൻ. കാലഘട്ടത്തിനനുസരിച്ച് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ചേരുകയില്ല, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ആയിക്കൂടാ എന്ന് പറഞ്ഞ് കാലത്തിനോടൊപ്പം ഓടുന്നവനല്ല മുസ്ലിം. മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ കേൾക്കുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ കേൾക്കുമ്പോൾ സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ കൽപ്പനകളോട് പൂർണ്ണമായി വിധേയപ്പെടുന്നവനാണ് ഇബ്രാഹിം. മില്ലത്ത് പിൻപറ്റിയവൻ,
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്ത് പിൻപറ്റിയവൻ എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം അത്തസ്ലീമു ലിഅംരില്ലാഹ് വലൗ ഖാലഫൽ അഖ്ല വൽ ആതിഫ. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി കീഴൊതുങ്ങണം. അത് നിന്റെ ബുദ്ധിക്കും നിന്റെ ആഗ്രഹങ്ങൾക്കും നിന്റെ വികാരങ്ങൾക്കും എതിരാണെങ്കിൽ പോലും. നോക്കൂ സഹോദരങ്ങളെ, തന്റെ മകനെ അറുക്കാനാണ് പറയുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിച്ചില്ല, എങ്ങനെയാണ് മകനെ അറുക്കുന്നത്, ഇത് ബുദ്ധിക്ക് യോജിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞില്ല. അള്ളാഹുവിന്റെ കൽപ്പന വന്നാൽ എന്തു ബുദ്ധിയാണുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വന്നാൽ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകൾ കണ്ടാൽ പോലും തന്റെ ബുദ്ധിക്ക് യോജിക്കുകയില്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുവാൻ മാത്രം ധൈര്യപ്പെടുന്ന ആളുകൾക്ക് ഇബ്രാഹിമി മില്ലത്ത് പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല. അത് അവകാശപ്പെടാൻ അവർക്ക് സാധിക്കുകയില്ല. ഇബ്രാഹിം മില്ലത്ത് അത് അവകാശപ്പെടാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ വാക്കുകളും എന്റെ ബുദ്ധിക്കെതിരായാലും ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾക്കെതിരായാലും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പറയുന്നവർക്ക് മാത്രമാണ് സഹോദരങ്ങളെ. അതുപോലെ നോക്കൂ സഹോദരങ്ങളെ, മൂന്നാമത്തെ പാഠം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് നൽകിയിട്ടുള്ള തർബിയത്താണ്. അള്ളാഹുവിലുള്ള വിശ്വാസം എത്ര അചഞ്ചലമായിരുന്നു ആ കുഞ്ഞുമകന്, എത്ര സ്നേഹം, എത്ര സഹനത്തോടു കൂടിയാണ് ആ മകൻ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുമ്പിൽ അദ്ദേഹം ക്ഷമയോടുകൂടി നിലകൊണ്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇതൊന്നും ആ മകനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വെറുതെ ലഭിച്ചിട്ടുള്ളതല്ല. മറിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിരന്തരമായ പ്രാർത്ഥനയും തർബിയത്തുമാണ്. അതുകൊണ്ട് മക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ പ്രാപ്തിയുള്ള രൂപത്തിൽ വളർത്തേണ്ടത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. പ്രത്യേകിച്ചും ഇന്നിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ റാഞ്ചിയെടുക്കാൻ, ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നും അവരെ പുറത്തു കടപ്പിക്കാൻ, ഇസ്ലാം പഴഞ്ചനാണ്, പ്രാകൃതമാണ്, അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, 6-ാം നൂറ്റാണ്ടിലെ എന്നെല്ലാം നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളും അതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് ക്രൂരന്മാരായ വൃത്തികെട്ടവന്മാരുമുള്ള ഈ സമയത്ത് ഇസ്ലാമിനെ കുറിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുത്ത്, ദീനിനെ കുറിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുത്ത്, ഇതിന്റെ യുക്തിയും ഇതിന്റെ സത്യവുമെല്ലാം സഹോദരങ്ങളെ ചെറിയ പ്രായത്തിൽ അവരെ തർബിയത്ത് ചെയ്തു കൊണ്ടുവരിക എന്നുള്ളത് ഇബ്രാഹിം മില്ലത്തിന്റെ പാഠമാണെന്ന് മനസ്സിലാക്കുക. നാലാമത്തെ പാഠം സഹോദരങ്ങളെ, ത്യജിക്കാൻ സാധിക്കാത്തവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കില്ല. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുക്കാനുള്ള നിബന്ധനയാണ് ത്യജിക്കാൻ തയ്യാറാവുക എന്നുള്ളത്. നിന്റെ സമ്പത്ത് ത്യജിക്കേണ്ടി വരും, നിന്റെ സമയം ത്യജിക്കേണ്ടി വരും, നിന്റെ ആരോഗ്യം ത്യജിക്കേണ്ടി വരും. ഇതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ അതിന് ഉദ്ഹിയത്ത് അറുക്കാൻ, അതിനുവേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവഴിക്കാൻ സാധിക്കുമ്പോഴാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിനക്ക് അടുക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, പെരുന്നാൾ ദിവസത്തിൽ നാം പാലിക്കേണ്ട പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളെല്ലാം പുതുക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. പരസ്പരമുള്ള സിയാറത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി അല്ലാതെ ഒരാളോടും അകാരണമായി തെറ്റി നിൽക്കുവാൻ നമ്മൾ പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമുൽ ഇസ്നൈനി വ യൗമുൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും ആകാശ കവാടങ്ങൾ, സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കുന്നതാണ്. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ഷൈആ, ശിർക്ക് ചെയ്യാത്ത മുവഹ്ഹിദുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. എന്നാൽ എല്ലാ മുവഹ്ഹിദിനും പുറത്തു കിട്ടുന്നില്ല. ഇല്ലാ റജുലൻ കാനത് ബൈനഹു വ ബൈന അഖീഹി ഷഹ്ന, അവൻ മുവഹിദാണ്, പക്ഷെ തന്റെ സഹോദരനോട് വെറുപ്പിലും ദേഷ്യത്തിലും ബന്ധവിച്ഛേദനത്തിലുമാണ്. അങ്ങനെയുള്ളവന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അൻളിറു ഹാദൈനി ഹത്താ യസ്തലിഹ, അൻളിറു ഹാദൈനി ഹത്താ യസ്തലിഹ, അൻളിറു ഹാദൈനി ഹത്താ യസ്തലിഹ. ഇവർ രണ്ടുപേരും സുൽഹിലെത്തുന്നതുവരെ ഇവന്റെ കാര്യത്തിൽ മാറ്റിവെക്കുക, ഇവന് പുറത്തു കൊടുക്കേണ്ടതില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അകാരണമായി ഒരു കാരണവുമില്ലാതെ കേവലം സമ്പത്തിന്റെ പേരിൽ, കേവലം താൻപൊരുമയുടെ പേരിൽ ഒരാളുമായും ബന്ധവിച്ഛേദനം നടത്തുക എന്നുള്ളത് മുസ്ലിമിന് പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, യുവാക്കളെ, നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് അത് നിസ്കാരമാണ്. പരലോകത്ത് ആദ്യം ചോദിക്കുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. ആ നിസ്കാരം പാഴാക്കിയവന് ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. നോക്കൂ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവരായ ആളുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ശേഷക്കാരായ മോശപ്പെട്ട ആളുകളെ
പിൻഗാമികളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് ശേഷം ഒരു പിൻഗാമികൾ വരാനുണ്ട്. അളാഉസ് സ്വലാ, നിസ്കാരത്തെ പാഴാക്കുന്നു. വത്തബഉശ് ശഹവാത്ത്, അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റുന്നു. ഫസൗഫ യൽഖൗന ഗയ്യ, നരകത്തിലെ താഴ്വരയായ ഗയ് അത് അവർ പിന്നീട് കണ്ടുമുട്ടുന്നതാണെന്നാണ്. ഇത് കേട്ടപ്പോൾ സഹാബികൾ ചിലർ ചോദിച്ചു, അകാനു താരിഖീന സ്വലാ, ഇവർ നിസ്കാരം ഉപേക്ഷിക്കുന്നവരാണോ? അവരോട് മറുപടി പറയപ്പെട്ടത്, അവർ നിസ്കാരം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അവർ കാഫിറാകുമായിരുന്നു. ഈ ആയത്തിൽ പറഞ്ഞത് നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞത് ഇന്നഹും യുഅഖിറൂന സ്വലാ അൻ ഔഖാതിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് തെറ്റിച്ച് നിസ്കരിക്കുന്നവർക്ക് തന്നെ വൻ പാപമാണ് സഹോദരങ്ങളെ. നരകത്തിൽ പ്രവേശിക്കാൻ മാത്രം മതിയായതാണ്. എത്ര യുവാക്കളാണ്, എത്ര യുവതികളാണ് സൂര്യൻ ഉദിച്ചതിന് ശേഷം പോലും ഫജ്ർ നിസ്കരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എങ്ങനെയാണ് ഇബ്രാഹിമി മില്ലത്തിന്റെ ആളുകളാണെന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദീനിന്റെ ആളുകളാണെന്ന് അവർക്ക് പറയാൻ സാധിക്കുക? നിസ്കാരത്തിന്റെ കാര്യം സമയത്ത് തന്നെ നിർവഹിക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടെങ്കിൽ അത് വേഗം തീർക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതു നേരമാണ് നമ്മയൊക്കെ മടക്കി വിളിക്കുന്നതെന്നറിയില്ല. അതുകൊണ്ട് അത്തരം സാമ്പത്തികമായ ഇടപാടുകൾ വളരെ ഗൗരവത്തിൽ കാണുകയും പെട്ടെന്ന് തന്നെ ആ ഇടപാടുകൾ തീർക്കാൻ ശ്രമിക്കുകയും വേണം. അതുപോലെ സഹോദരങ്ങളെ, നാം ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി തീരേണ്ടതുണ്ട്. അത് നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അക്മലൽ മുഅ്മിനീന ഈമാനാ അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല വിശ്വാസമുള്ള ആളുകൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലി, ഒരുവൻ ഏറ്റവും ഖൈറുള്ളവനാണ്, നല്ല സൽസ്വഭാവമുള്ളവനാണെന്ന് പറയുന്നത് തൻ്റെ ഭാര്യമാരോട്, കുടുംബത്തോട് ഏറ്റവും നല്ല സൽസ്വഭാവത്തിൽ പെരുമാറുമ്പോഴാണെന്നാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഭർത്താക്കന്മാരെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുക, അവർ നല്ല രീതിയിൽ അവരോട് കാര്യങ്ങളെല്ലാം പങ്കുവെക്കുക, ഏറ്റവും നല്ല ദാമ്പത്യ ബന്ധം അത് പുലർത്തുക. ഇനി സ്ത്രീകളോടാണ് ഉപദേശം. നോക്കൂ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിങ്ങളോട് ഒരുപാട് ഉപദേശങ്ങൾ ഖുർആനിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടുത്തെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉപദേശങ്ങൾ സ്ത്രീകൾക്ക് പ്രത്യേകം നടത്തിയിട്ടുണ്ട്. യാ മഅ്ശറൻ നിസാ, ഓ സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ പ്രത്യേകം സദഖ ചെയ്യണം. ഫഇന്നി ഉരീതുകുന്ന അക്സറ അഹ്ലിൻ നാർ, കാരണം നരകത്തിൽ ഏറ്റവും കൂടുതലായി നിങ്ങളെയാണ് എനിക്ക് കാണിക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ചില സ്ത്രീകൾ ചോദിച്ചു, വബിമ യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് റസൂലേ ഞങ്ങളാണ് കുറെ നരകത്തിൽ എന്ന് പറയാൻ കാരണം? അവിടുന്ന് പറഞ്ഞു, തുക്സിർനൽ ലഅൻ വതക്ഫുർനൽ അശീർ, നിങ്ങൾ ലഅനുകൾ വർദ്ധിപ്പിക്കുന്നു, ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്നു, വതക്ഫുർനൽ അശീർ, ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്നു. ഇത് വലിയ കാര്യമായിട്ട് സഹോദരങ്ങളെ സഹോദരിമാരെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകക്കാരുടെ വിശേഷണങ്ങൾ പറയുന്നു. കാസിയാത്തുൻ ആരിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ നഗ്നരാണ്. അതുകൊണ്ട് എൻ്റെ മുസ്ലിമീങ്ങളായ സ്ത്രീകളെ നിങ്ങൾ മനസ്സിലാക്കുക, പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഹിജാബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മേലുള്ള അടിമത്വമല്ല. ഇതേതെങ്കിലും ഒരു ആണിന്റെ നിയമമല്ല. ആകാശഭൂമികളെ പടച്ച ആണിനെയും പെണ്ണിനെയും പടച്ച അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ ദീനിലെ നിയമമാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളതാണ്. അഭിമാനപൂർവ്വം ഇത്തരം വേഷങ്ങൾ സ്വീകരിച്ച സ്ത്രീകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ അത്രയോ സ്ത്രീകൾ അവർ ഇതൊക്കെ പഴഞ്ചനാണെന്നും എന്നെ ഒരു ഉമ്മാമയായ ആളുകൾ കാണുമെന്നും ഒക്കെ ധരിച്ചുകൊണ്ട് അത്തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നില്ല, ഹിജാബ് ഉപയോഗിക്കുന്നില്ല. ഭംഗിയുടെയും അതുപോലെ തന്നെ ശരീരത്തിന്റെ ആകൃതികൾ കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളും ധരിക്കുകയാണ്. സ്ത്രീകളെ, നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ വാക്കുകളെ നിങ്ങൾക്ക് ബഹുമാനിക്കാൻ സാധിക്കുന്നില്ലേ? ആ വാക്കുകൾ നിങ്ങളുടെ ഹൃദയങ്ങളെ കിടിലം കൊള്ളിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഭയമുണ്ടാകുന്നില്ലേ? ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ഏത് സമുദായത്തിന്റെ കൂടെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ആരെ നിങ്ങൾ സാദൃശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു സമുദായത്തെ സാദൃശ്യപ്പെട്ടാൽ, അവരോട് സാദൃശ്യപ്പെട്ടാൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അവസാനമായി പറയട്ടെ സഹോദരങ്ങൾ, ഒരുപാട് നന്മകളും ഒരുപാട് താക്കീതുകൾ നമ്മൾ കേട്ടു. ഈ നന്മകളുടെയും താക്കീതുകളുടെയും എല്ലാം അതിന്റെ താക്കോൽ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ, അത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മദ്രസ കാലഘട്ടത്തിലേക്ക് പഠിച്ച് ഇനിയൊന്നും പഠിക്കാനില്ല എന്ന് വിചാരിച്ച് നടക്കുന്നവരാണ് മുസ്ലിമീങ്ങളിലെ സിംഹഭാഗവും. എന്നാൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, മരണം വരെ ഈ ദീൻ പഠിച്ചാൽ അതിനിയും ബാക്കിയാണ്. ഈ ദീൻ പഠിക്കുക വഴിയാണ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഹക്കിന്റെ മാർഗത്തിലേക്ക്, സത്യത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദീൻ പഠിക്കുക, ദീൻ പഠിക്കാനുള്ള കൃത്യമായ മാർഗങ്ങൾ അന്വേഷിച്ച് അതിനുവേണ്ടി സമയം മാറ്റിവെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾ ഇന്നും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. നിർഭയത്വം അവർക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അവരിൽ നമ്മുടെ ചെറിയ മക്കൾ ഭക്ഷണമില്ലാതെ പിഞ്ചുകുഞ്ഞുങ്ങൾ മരിച്ചു വീഴുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ വേദിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം ദുആ ചെയ്യുകയാണ്. അല്ലാഹു അവർക്ക് എല്ലാവിധ ആശ്വാസവും നിർഭയത്വവും ആ മുശ്രിക്കുകളായ ആ യഹൂദികൾക്ക് പരാജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് സന്തോഷവും ആഹ്ലാദവും തിരിച്ചു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് രോഗികൾ പ്രയാസപ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പ്രയാസപ്പെടുന്ന ആ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫ ചെയ്യുമാറാകട്ടെ. സാമ്പത്തിക ബാധ്യതയുള്ള ഒരുപാട് സഹോദരന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സാമ്പത്തിക ബാധ്യതകൾ എത്രയും എളുപ്പത്തിൽ പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ഇടങ്ങളിലുണ്ട്, നമ്മുടെ രാജ്യങ്ങളിൽ തന്നെയുണ്ട്, നമുക്ക് ചുറ്റും തന്നെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം തുറവിയും വിജയവും സന്തോഷവും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات. اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها كبيرها يا أرحم الراحمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم، وتقبل الله منا ومنكم. السلام عليكم ورحمة الله وبركاته.